തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം ജീവിതം സുരക്ഷിതവും മുൻകൂട്ടി നിശ്ചയിച്ചതുമാകുവാൻ നാം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവശാസ്ത്രത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവശാസ്ത്രം പലപ്പോഴും അനിശ്ചിതത്വങ്ങളിലൂടെയുള്ള ഒരു പ്രയാണമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. പലപ്പോഴും ഉറപ്പുകളെക്കുറിച്ച്, സർട്ടനിറ്റീസിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നാം ആഗ്രഹിക്കുന്നത് എങ്കിലും അനിശ്ചിതത്വങ്ങളിലൂടെയുള്ള യാത്രയാണ് വേദപുസ്തകം നമുക്ക് പലപ്പോഴും കാട്ടിത്തരുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ രൂത്ത് എന്ന വനിതാരത്നത്തിന്റെ ജീവിതപാത കേവലം ഒരു അതിജീവന കഥ എന്നതിലുപരി അനിശ്ചിതത്വം എങ്ങനെ ദൈവത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ മനസ്സിലാക്കിക്കുന്നുണ്ട്. ജീവിതം തകിടം മറിയുമ്പോഴും ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ആഴമേറിയ ഒരു ഉദാഹരണമാണ് രൂത്ത് എന്ന മോവാബ്യ സ്ത്രീ. പരിചിതമായ മുഖങ്ങൾക്കപ്പുറം ചരിത്രത്തിന്റെ അരികുകളിൽ നിശബ്ദമായി നടന്ന ഈ വ്യക്തിത്വത്തിലൂടെ നമുക്ക് ഈ വിഷയം ഒന്ന് വിശകലനം ചെയ്യാനാണ് കർത്താവിൽ ഇന്ന് ശരണപ്പെടുന്നത്. ഒന്ന്, ശൂന്യവൽക്കരണത്തിൽ ഉള്ള ഒരു വിശ്വാസം, ദ ഫെയ്ത്ത് ഓഫ് എംപ്റ്റീനെസ്. രൂത്തിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. ഇതിനെ നമുക്ക് ശൂന്യവൽക്കരണത്തോട് ഉപമിക്കാം. ഒരു അനിശ്ചിതത്വം ദൈവം നമ്മെ ശൂന്യമാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നുകൂടെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മുൻവിധികളും സുരക്ഷിത ബോധവും ഒക്കെ തകരുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പരമാധികാരത്തിന് അവിടെ ഇടം ലഭിക്കുകയുള്ളൂ. രൂത്ത് തന്റെ ഭൂതകാലത്തെയും സംരക്ഷണങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ അവൾ അനിശ്ചിതത്വത്തെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു ശൂന്യമായ ഇടമായിട്ടാണ് കണ്ടത്. നമ്മുടെ ഹൃദയവും വിദ്വേഷവും പകയും വെറുപ്പും ഒക്കെ മാറ്റി ശൂന്യവൽക്കരിക്കുമ്പോഴാണ് അനിശ്ചിതത്വത്തെ ദൈവബോധമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. രണ്ടാമത്, വിശ്വസ്തത, അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിലും മാറാത്ത ഒരു ഉടമ്പടി സ്നേഹം രൂത്ത് പുലർത്തുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനിശ്ചിതമായിരിക്കുമ്പോഴും ദൈവത്തിന്റെ സ്വഭാവം നിശ്ചിതമാണ്. രൂത്ത് തന്റെ അമ്മാവിയമ്മ നവോമിയോട് കാണിച്ച ആഴമേറിയ വിശ്വസ്തത സത്യത്തിൽ ദൈവത്തിന്റെ തന്നെ സ്വഭാവത്തിന്റെ പ്രതിഫലനമായിരുന്നു. ലോകം മാറുമ്പോഴും ദൈവത്തിന്റെ സ്നേഹം മാറുന്നില്ല എന്ന ബോധ്യമാണ് അനിശ്ചിതത്വങ്ങളെ നേരിടാനുള്ള ഏക ആയുധം. നീ പോകുന്നിടത്ത് ഞാനും വരും എന്ന രൂത്തിന്റെ വാക്കുകൾ വെറുമൊരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് അനിശ്ചിതത്വമായ ഭാവിയെ ദൈവത്തിന്റെ വിശ്വസ്തതയുമായി ബന്ധിപ്പിക്കലാണ്. 3, ദൈവബോധ്യം മൂലമുള്ള അദൃശ്യമായ ഒരു നടത്തിപ്പ് അവൾക്കുണ്ടായിരുന്നു. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരിടത്തും ദൈവം നേരിട്ട് സംസാരിക്കുന്നില്ല. പ്രവാചകന്മാരോ സ്വപ്നങ്ങളോ ഒന്നും അവിടെയില്ല. എല്ലാം യാദർശികം എന്ന് തോന്നിപ്പിക്കുകയാണ്. ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു എന്നതാണ് അനിശ്ചിതത്വങ്ങളുടെ ദൈവശാസ്ത്രം. രൂത്ത് അവിചാരിതമായി ബോവസിന്റെ പാടത്ത് എത്തുന്നത് ഒരു യാദർശികതയായി നാം കാണേണ്ടതല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു അദൃശ്യമായ നടത്തിപ്പാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവം തന്റെ ചരിത്രം രചിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പുകളെ ദൈവം തന്റെ നിത്യമായ പദ്ധതിയുമായി ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. രൂത്തിലൂടെ വീണ്ടെടുപ്പിന്റെ ഒരു ദൈവശാസ്ത്രത്തിന്റെ ബോധ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അനിശ്ചിതത്വം ഒരു അവസാനമല്ല, മറിച്ച് വീണ്ടെടുപ്പിലേക്കുള്ള ഒരു പാതയാണ്. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീ ആയിരുന്നുവല്ലോ. ശപിക്കപ്പെട്ട വംശം എന്നാണ് യഹൂദ ജനം മോവാബ്യരെ കരുതിയിരുന്നത്. ദൈവശാസ്ത്രപരമായി അനിശ്ചിതത്വം നമ്മുടെ പാരമ്പര്യങ്ങളെയോ യോഗ്യതകളെയോ ഒക്കെ തകർത്ത് ദൈവത്തിന്റെ കൃപയിലേക്ക് നമ്മെ എത്തിക്കുന്നുണ്ട്. അനിശ്ചിതത്വത്തിലൂടെ കടന്നുപോയ രൂത്ത് ഒടുവിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വംശാവലിയിലെ ഒരു കണ്ണിയായി മാറുമ്പോൾ അവിടെ ദൈവത്തിന്റെ കൃപ
നിയമത്തെയും ചരിത്രത്തെയും അതിജീവിക്കുന്നത് നമുക്ക് കാണാം. അനിശ്ചിതത്വങ്ങളുടെ ദൈവശാസ്ത്രം നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ, വിദ്വേഷങ്ങളിൽ നിന്നുള്ള നമ്മുടെ ശൂന്യതയെ ദൈവം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും, സാഹചര്യങ്ങൾ മാറുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത മാറുന്നില്ല എന്നുള്ളതും, രൂത്തിനെ പോലെ വഴി വ്യക്തമല്ലാത്തപ്പോഴും വിശ്വസ്തത എന്ന മൂല്യത്തെ മുറുകെ പിടിക്കണം എന്നും ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ നിശബ്ദത ഒരിക്കലും ദൈവത്തിന്റെ അസാന്നിധ്യമല്ല, മറിച്ച് അദൃശ്യമായ നടത്തിപ്പാണ്. നാം കാണുന്ന അനിശ്ചിതത്വങ്ങൾ ദൈവം നമ്മെ വീണ്ടെടുത്ത് ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ് എന്നോർക്കുക. എവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.